കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളെ കൊലൂസ്യ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. കൊലൂസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വരെ നമ്മൾ ഇന്നലെ പഠിച്ചു. എന്നിട്ടവരെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അനുദിനം വർദ്ധിച്ചു വരേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ കടപ്പാടുകളാണ് ഈ കൊലൂസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 18-19 വേദഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ 18-19 വാക്യം ഞാൻ വായിക്കാം. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാം വിധം കീഴടങ്ങുവീൻ. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവീൻ. അവരോട് കർശനമായി പെരുമാറരുത്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം ഞാന് ഒരു 3 വർഷത്തിന് മുൻപ് യൂട്യൂബിൽ ഒരു പ്രസംഗമായിട്ട് ഇട്ടിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അതിനെ ആസ്പദമാക്കി ഈ വിഷയങ്ങളെ ഞാൻ ചില ദിവസങ്ങളായിട്ട് ചിന്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങള് അത് ഒന്ന് തപ്പിയെടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത്രയും ഡീറ്റെയിൽസ് ആയിട്ട് ഇന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ പറഞ്ഞു ഇട്ടിരിക്കുന്നത് കൊണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രിസ്തീയ കുടുംബം എങ്ങനെ ആയിരിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പഠിപ്പിക്കുകയാണ്. ആമേൻ. ഒരു കാലത്ത് ആത്മീയ മണ്ഡലത്തിൽ ആ ഉന്നത നിലവാരം പുലർത്തിയ അനേക ഭക്ത ശിരോമണികളുടെ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരൊക്കെയും ഹല്ലേലൂയ ദൈവഹിത പ്രകാരം കുടുംബ ജീവിതം നയിച്ചവരാണ്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21-22 വേദഭാഗം നാം വായിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ദാസനായ ഹാനോക്കിനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. ഹാനോക്ക് തന്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചവനായിരുന്നു. ഹാനോക്ക് ആമേൻ തന്റെ കുടുംബ ജീവിതത്തിൽ ആത്മീയ, ഭൗതിക, ശാരീരിക, മാനസിക മേഖലകളിൽ ആമേൻ ഓരോ സമയത്തും ദൈവഭക്തനായി ജീവിക്കുമ്പോൾ, കുടുംബത്തിന്റെ കാര്യങ്ങൾ ആമേൻ കൈകാര്യം ചെയ്യുമ്പോൾ ദൈവ സ്നേഹത്താൽ നിറയപ്പെട്ട് ദൈവത്തോട് ചേർന്ന് നടന്ന വ്യക്തിത്വമായിരുന്നു. ഞാൻ ആ വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിന്റെ 21-22 വേദഭാഗങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവന് മെഥുശലേഖൻ ജനിച്ചു. മെഥുശലേഖ് ജനിച്ച ശേഷം ഹാനോക്ക് 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു. അവന് പുത്രന്മാരും പുത്രിമാരും ജനിച്ചു. ഹാനോക്കിന്റെ ആയുഷ്കാലമാകെ 365 വർഷമായിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തതിനാൽ അവനെ കാണാതെയായി. പ്രൈസ് ദി ലോർഡ്. ഈ വേദഭാഗം ചിന്തിക്കുമ്പോൾ എനിക്ക് അനേക കാര്യങ്ങൾ ഇവിടെ ആമേൻ ഓർമ്മയിൽ വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നേക്കാലം ചിന്തിച്ചു നോക്കിക്കേ. ആമേൻ. ദൈവത്തോട് കൂടെ നടക്കുവാൻ ബിസിയാണ് എല്ലാവരും, അല്ലേ? എല്ലാവരും ബിസിയാണ്. പലപ്പോഴും ദൈവത്തോട് കൂടെ നടക്കുവാൻ ആൾക്കാർക്ക് സമയമില്ല. ആമേൻ. അന്നേക്കാലം കൃഷി ചെയ്തുകൊണ്ട് ഇത്രയും മക്കളുടെ അപ്പനായിട്ട് ആമേൻ അന്നേക്കാലത്ത് ജീവിക്കുമ്പോൾ ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ ഒന്നുമില്ലാതെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ താൻ ദൈവത്തോട് കൂടെ നടന്ന ഭക്തനായ മനുഷ്യനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നും ഭക്തരായിട്ടുള്ള അനേകരുണ്ട്. ഹല്ലേലൂയ. അവരൊക്കെ ഭക്തിയോടുകൂടി ജീവിക്കുന്നു. അപ്പോൾ തന്നെ ഹല്ലേലൂയ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചിട്ടും ക്രിസ്തീയമായ ജീവിതവും ആരാധന ക്രമങ്ങളും നയിച്ചുകൊണ്ട് ആമേൻ നടക്കുന്നവരായ പലരും ആമേൻ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ കഴിയാതായിരിക്കുന്ന അവസ്ഥകളുണ്ടല്ലേ? പലപ്പോഴും അവർ ജോലിയിൽ വ്യാപൃതരാണ്. ആമേൻ. അവരുടേതായ കുടുംബകാര്യങ്ങളിൽ ഹല്ലേലൂയ പലപ്പോഴും അവർക്ക് വേണ്ട ശ്രദ്ധ കൊടുക്കുവാൻ കഴിയാതായിരിക്കുന്നവർ, ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ കഴിയാത്തവർ, ബിസി. രാവിലെ ജോലിക്ക് ഇറങ്ങും. ആമേൻ. അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യും, തിരിച്ചു വരും. ഹല്ലേലൂയ അവരുടെ കാര്യങ്ങളിൽ വ്യാപൃതരാകും. ഇന്ന് പകൽക്കാലം ഒരു കുടുംബ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് അപ്പോസ്തലൻ വ്യക്തമായിട്ട് ആമേൻ നമുക്ക് തിമോഥെയോസിന്റെ ലേഖനത്തിലൂടെയും ആമേൻ ഈ കൊലൂസ്യ ലേഖനത്തിലൂടെയും ഒക്കെയും പഠിപ്പിക്കുന്നുണ്ട്. ആമേൻ. ഈ ഒരു ക്രിസ്തീയ ആമേൻ കുടുംബം ആമേൻ ഈ ദിവസങ്ങളിൽ അത് വ്യക്തമായിട്ട് പഠിക്കണം. വിശ്വാസി ഹല്ലേലൂയ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? ഹല്ലേലൂയ അവരുടെ കുടുംബ ജീവിതം എങ്ങനെ ആയിരിക്കണം? അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ പെരുമാറണം? ഇത് പഠിക്കാതെ ഒരു കുടുംബ ജീവിതത്തിൽ പ്രവേശിക്കുന്നവരുടെ കുടുംബ ജീവിതം തകരും. ഭാര്യ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ചിന്തിച്ചാലും ഭർത്താവ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ചിന്തിച്ചാലും എത്ര കാലം അഡ്ജസ്റ്റ് ചെയ്യും? ഞാൻ ഒരു കാര്യം പറയാം. അഡ്ജസ്റ്റ് ചെയ്ത് മടുത്തു കഴിഞ്ഞാൽ ഹൃദയം അകന്നു പോകും. പിന്നീട് ഒരിക്കലും എത്ര പരിശ്രമിച്ചാലും ഹല്ലേലൂയ വിളക്കി ചേർത്തതുപോലെ ആകത്തുള്ളൂ. വിളക്കി ചേർക്കുന്നതിന്റെ അവസ്ഥ നമുക്കറിയാം, മുഴച്ചിരിക്കും, അല്ലേ? വിളക്കി ചേർത്തിരിക്കുന്നതൊക്കെ മുഴച്ചിരിക്കും. എന്നാൽ ആദ്യം വാർത്തെടുക്കുന്നതോ
ഹല്ലേലൂയ. അത് യാതൊരു വിധത്തിലും വിള്ളലില്ലാതിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പല കുടുംബങ്ങളും വിളക്കി ചേർത്തതുപോലെയാ, അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകുക. സുവിശേഷകന്മാരുടെ കുടുംബം പോലും, ഞാൻ വ്യക്തമായി പറയാം, സ്വന്തം കുടുംബത്തെ നന്നായി നോക്കാൻ കഴിയാത്തവൻ എങ്ങനെ ദൈവസഭയെ ഭരിക്കുമെന്നാ ഹല്ലേലൂയ ദൈവവചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നത്. ഭാര്യയുടെയും മക്കളുടെയും കാര്യം നോക്കാതെ സുവിശേഷകന്മാർ, ഹല്ലേലൂയ, കുടുംബത്തിന്റെ കാര്യം നോക്കാതെ നാട് നിങ്ങളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഓടും, നാട്ടുകാരെ നന്നാക്കാൻ ഓടും. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഞാൻ വ്യക്തമായി പറയട്ടെ, അവിടെ കുടുംബ സമാധാനത്തിന് പകരം അവിടെ അലക്ഷ്യതയും വഴക്കും ബഹളവും ശാപവുമായിരിക്കും. അവിടെ കുടുംബ പ്രാർത്ഥന നടക്കത്തില്ല, അവിടെ സ്നേഹം ഉണ്ടായിരിക്കത്തില്ല, അവിടെ കുഞ്ഞുങ്ങൾ മാതൃകയോടെ ജീവിക്കുവാൻ മാതാപിതാക്കൾക്ക് മാതൃകയുള്ള ജീവിതവുമായിരിക്കില്ല. ഇവിടെ ഹാനോക്ക് തന്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന എന്താണെന്നറിയാമോ? 300 വർഷക്കാലം താൻ ജീവിച്ചു ദൈവത്തോട് കൂടെ. ഹല്ലേലൂയ. താൻ മൊത്തം എത്ര നാൾ ജീവിച്ചു? 365 വർഷം. 65 വർഷം തനിക്ക് ഒരു പക്ഷെങ്കിൽ അറിയില്ലായിരുന്നു നീന്തിക്കാൻ. നമ്മുടെ കാലത്തിലും ഒരു സമയത്ത് നാം ദൈവത്തെ അറിയാത്തവരായി ജീവിച്ചവരാ, അല്ലെ? ദൈവത്തെ അറിയാത്ത കാലങ്ങൾ നമ്മൾ തെറ്റുകൾ ചെയ്തു കാണാം. ഹല്ലേലൂയ. ലോകപ്രകാരം ജീവിച്ചു കാണാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിഞ്ഞതിന് ശേഷം നാം തെറ്റിലേക്ക് പോയാൽ, ഹല്ലേലൂയ, ആ ജീവിതം ശുഭമാകത്തില്ല. ഹാനോക്ക് പിന്നെ എന്ത് ചെയ്തു? ദൈവത്തോട് ചേർന്ന് നടക്കുക മാത്രമല്ല, തന്റെ കുടുംബത്തിൽ താൻ വിശ്വസ്തനായി, തന്റെ കുഞ്ഞുങ്ങളോട് വിശ്വസ്തനായി, തന്റെ ഭാര്യയോട് വിശ്വസ്തനായി തന്റെ ജീവിതം നയിച്ചു എന്നാ അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം തന്റെ കുഞ്ഞുങ്ങളെ പോറ്റി പുലർത്തുവാൻ അധ്വാനിക്കുമ്പോഴും താൻ സ്വർഗസ്ഥ പിതാവിനോട് പറ്റിച്ചേർന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പലപ്പോഴും ആമേൻ കാണുവാനായിട്ട് കഴിയുന്നത് വിവാഹം ദൈവത്താൽ സ്ഥാപിതമാകുന്നതാണ്, അല്ലെ? ദൈവത്താൽ സ്ഥാപിതമായതാ. ഉൽപ്പത്തി പുസ്തകം, ഹല്ലേലൂയ, അതിന്റെ 2-ാം അധ്യായം 18-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. അങ്ങനെ വായിച്ചു. മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു. മനുഷ്യനായി അനുയോജ്യമായൊരു തുണയെ, ആമേൻ, ഏദൻ തോട്ടത്തിൽ ഒരു കുഴപ്പവും അവിടെ ഇല്ലായിരുന്നു. സകല ഫലങ്ങളും, ഹല്ലേലൂയ, സകലവിധ അനുഗ്രഹങ്ങളും, നല്ല കാലാവസ്ഥയും, ജീവിക്കുവാൻ അനുയോജ്യമായ സകല സാഹചര്യങ്ങളും ഉണ്ടായിട്ടും, ആമേൻ, അവിടെ ദൈവം സൃഷ്ടിച്ച ആദ്യ മനുഷ്യനായ ആദാമ അവൻ ഏകാന്തനായിരിക്കുന്നത് കണ്ടിട്ട് ദൈവം എന്ത് ചെയ്തു? അവന് തക്ക തുണയെ, അവന്റെ ഏകാന്തത മാറ്റുവാൻ കൊടുത്തു. ഒരു പുരുഷന്റെ ഏകാന്തത മാറ്റുവാൻ ഒരു സ്ത്രീയെ കൊടുക്കുന്നത്, ഒരു സ്ത്രീയുടെ, ഹല്ലേലൂയ, സന്തോഷത്തിനാണ് ഒരു പുരുഷനെ കൊടുക്കുന്നത്. ഇന്ന് ഹല്ലേലൂയ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതങ്ങൾ കലപില കൂടി ഒരു വിധത്തിലും സന്തോഷമില്ലാത്ത അവസ്ഥ. ഞാൻ പറയട്ടെ, ഏദൻ തോട്ടത്തിൽ അത് ആരംഭിച്ചു. ഹല്ലേലൂയ. ദൈവം സൃഷ്ടിച്ചു. ഹവ്വായെ കണ്ടപ്പോൾ ആദാമിന് വളരെ സന്തോഷമുണ്ടായി. സുന്ദരി എന്ന് കണ്ടു. ഹല്ലേലൂയ. അവർ വളരെ, ആമേൻ, ഞാൻ പറയട്ടെ, അവിടെ സന്തോഷിച്ച് അടിച്ചു പൊളിച്ച്, ആമേൻ, അവർ ആ ഏദൻ തോട്ടത്തിൽ, ആമേൻ, ജീവിച്ചു. ദൈവം അതിന് അധികാരിയാക്കി അവരെ വെച്ചു. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പിശാച് തന്ത്രശാലിയായിട്ട് ഒരു പാമ്പിന്റെ വേഷത്തിൽ അവിടെ കടന്നു ചെന്നു. ദൈവമക്കളെ, സ്ത്രീകളെ പെട്ടെന്ന് വീഴിക്കാം. അവിടെ കടന്നു ചെന്നിട്ട് എന്തു പറഞ്ഞു? നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഈ ഫലം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. പ്രലോഭന വാക്കുകളാൽ അവളെ കുടുക്കി. അവൾ അങ്ങ് വീണു. അവള് പറഞ്ഞു, ഇത് ഭക്ഷിച്ചാൽ, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തെ പോലെ ആകുമെന്ന് കേട്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. പക്ഷെ അവള് പറഞ്ഞു, ഇത് തൊടുക പോലും വരുതെന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ പിശാച് പറഞ്ഞു, വെറുതെ പറയുക, നിങ്ങൾ ദൈവത്തെ പോലെ ആകും, ഇത് വെറുതെ പറയുന്ന വാക്കാണ്. അത് കേട്ടപ്പോൾ ഇവിടെ ഓർത്ത് സത്യമായിരിക്കും. പക്ഷെങ്കിൽ ഹല്ലേലൂയ, ഹവ്വ എന്ത് ചെയ്തു? അവന്റെ ചതിക്കുഴിയിൽ വീണു. ഇന്ന് പല കുടുംബങ്ങളും തകരാൻ കാര്യം എന്താണെന്നറിയാമോ? ചതിക്കുഴികളിൽ വീണ് പീശാജ് കുടുംബങ്ങളെ തകർക്കുകയാണ്. പീശാജ് മുഴുവലത്തോടെ കടന്നു വന്നിട്ട് കാണാൻ ഭംഗിയുള്ളത് കൊണ്ടൊന്ന് മുന്നിൽ കൊണ്ടിടും. തിന്മാൻ രുചിയുള്ളതെന്ന് തോന്നിക്കുമാറ്, ഹല്ലേലൂയ, മുൻപിൽ കാണിച്ചു തരും. ഏദൻ തോട്ടത്തിലാ പരസ്യം ആരംഭിച്ചത്. അവിടുത്തെ പരസ്യം കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ രുചിയുള്ളതും, അങ്ങനെ
ഹാലലുയ വളരെ ഇത് തിന്നാൽ നിങ്ങൾ ഹാലലുയ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ജ്ഞാനമുള്ളവരാകും എന്നൊക്കെ അങ്ങോട്ട് വീമ്പിളക്കിക്കൊണ്ട് ആമേൻ പിശാച് അവിടെ പ്രവർത്തിച്ചുവെങ്കിൽ പിശാചിന്റെ വാക്കുകൾക്ക് മുൻപിൽ ആമേൻ അവ്വ വീഴുവാൻ തക്കവണ്ണം ഇടയായി. അവൾ എന്ത് ചെയ്തു? പിശാച് അങ്ങോട്ട് ചായച്ചു കൊടുത്തു, പറിച്ചു കൊടുത്തു. അത് അവൾ എടുത്ത് തിന്നിട്ട് ആദാമിനും കൊണ്ട് കൊടുത്തു. ഹാലലുയ അവനെയും വഞ്ചിച്ചു. ഞാൻ ഒരു കാര്യം പറയാം, വഞ്ചനയിൽ വീഴാനിരിക്കുന്നവർ അന്നും വീഴും ഇന്നും വീഴും. പക്ഷെങ്കിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? അവിടെ ദൈവ സാന്നിധ്യം ആ സമയത്തില്ലായിരുന്നു. വെയിലാറുമ്പോൾ ദൈവം ആമേൻ അവരോടുകൂടി സംസാരിക്കേണ്ടതിന് സഹവസിക്കേണ്ടതിന് തോട്ടത്തിലേക്ക് ഇറങ്ങി വരുമായിരുന്നു. ആ സമയത്ത് ദൈവം അവിടെ ഇല്ലായിരുന്നു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവമില്ലാത്ത ജീവിതം, ദൈവമില്ലാത്ത സമയങ്ങൾ, ദൈവത്തെ ഭയപ്പെടാത്ത വ്യക്തി ജീവിതങ്ങൾ ആമേൻ കണിയിലും കുടുക്കിലും വീഴും. അവരെ തെറ്റിക്കുവാൻ പിശാച് ഇങ്ങനെ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പം വീഴിക്കാം, എവിടെ വീഴിക്കാം, എങ്ങനെ വീഴിക്കാം? ദൈവമക്കളെ, ഇന്ന് പോൽക്കാലം ഞാൻ പറയട്ടെ, ആമേൻ ആദാമിനെ ഹവ്വായെയും വീഴിച്ചു. ആ ദൈവമില്ലാഞ്ഞ സമയമാണ്. ആമേൻ കർത്താവ് അവിടെ ആ സമയത്തുണ്ടായിരുന്നെങ്കിൽ സംഭവിക്കുമായിരുന്നോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഇന്ന് പോൽക്കാലം ഞാൻ പറയാം, കർത്താവില്ലാത്ത ജീവിക്കുന്ന കുടുംബ ജീവിതങ്ങളെ നിങ്ങൾ തെറ്റിക്കുവാൻ പിശാച് കടന്നു വരുമ്പോൾ നിങ്ങൾ നിന്നു കൊടുക്കണ്ട. ഹല്ലേലൂയ. പെട്ടെന്ന് നിങ്ങൾ വീണുകൊള്ളും. കാരണം നിങ്ങൾക്ക് ഈ കണ്ണിന് ഇമ്പമായതും ഹൃദയത്തിന് ഇഷ്ടമായതും നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുന്നത്. പിന്നെ അതൊന്ന് എങ്ങനെ പിടിച്ചെടുത്താൽ മതി എന്നുള്ള ചിന്തയാണ് ഉള്ളിൽ. അതിനോടായിരിക്കും വാഞ്ച. അതുകൊണ്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് തെറ്റിപ്പോകും. കർത്താവിന്റെ കൽപ്പനകളെ മറക്കും, ദൈവവചനത്തിന്റെ വ്യവസ്ഥയെ മറക്കും, ദൈവ വഴി വിടുവാൻ നിമിഷ നേരങ്ങൾ കാരണമാകും. അതുകൊണ്ടാണ് ഇന്ന് ഭക്തന്മാരുടെ ജീവിതം പോലും ആമേൻ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, അനേകർ ഹല്ലേലൂയ ക്രിസ്തീയ ഓട്ടത്തിൽ ഇറങ്ങിയിട്ട് ആമേൻ ശിരോമണികളായി ക്രിസ്തീയ ജീവിതം നയിച്ചിട്ട് ഇന്ന് വീണ് 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 ദൈവഹിതം ആമേൻ അനുഷ്ഠിക്കാൻ കഴിയാതെ പാപത്തിന്റെ പങ്കുലമായ ഈ ലോകത്തിന്റെ അനുഭവത്തിലേക്ക് വീണുപോയ അനുഭവങ്ങളുണ്ട്. എനിക്കറിയാം, ആമേൻ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ നേതാവ്, ഹല്ലേലൂയ, ഭയങ്കരമാകുന്ന വിശുദ്ധിയിൽ ജീവിച്ച വ്യക്തി. ഞാൻ ആ പ്രസ്ഥാനത്തിന്റെ പേര് പറയുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ മണവാട്ടിയായി ജീവിച്ചവർ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുവാൻ, താൻ പ്രസംഗിക്കുവാൻ മുൻപിൽ നിൽക്കുമ്പോൾ തന്റെ മുഖത്ത് ടവല് കൊണ്ട് മറച്ചിട്ടിരുന്ന ഭക്തനായ മനുഷ്യൻ സ്ത്രീക്കടിമപ്പെട്ടപ്പോൾ ദൈവമക്കളെ അവൻ പാപത്തിന് അധീനനായി. അവന്റെ മുഖം തേജസ് കൊണ്ട് നിറഞ്ഞിരുന്നു. ആമേൻ. ആ തേജസ് കൊണ്ട് നിറയപ്പെട്ട അവസ്ഥയിൽ പിശാച് മുഴുവലത്തോടെ സ്ത്രീയെ അവന്റെ മുൻപിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം യോബ് പറഞ്ഞതുപോലെ കണ്ണുമായി നിയമം ചെയ്യണം. ഹൃദയത്തിൽ പാകൃത്യം നിരൂപിക്കരുതേ. ദൈവഹിത പ്രകാരം വിശുദ്ധിയോടെ കുടുംബ ജീവൻ നയിക്കുവാൻ ഇടയാക്കണം. സ്ത്രീകളുടെ മുൻപിൽ പുരുഷന്മാരും, പുരുഷന്റെ മുന്നിൽ സ്ത്രീയും കടന്നു വരും. ചക്കരവാക്കുകൾ പറയും. വീഴാൻ ഇടം കൊടുത്താലുണ്ടല്ലോ നിന്റെ വീഴ്ച അതിഭയങ്കരമായിരിക്കും. വൻ വൃക്ഷം നിലം പരിചാകുന്നത് പോലെ നീ നിലം പരിചായി മാറും. നിന്റെ കുടുംബം അവിടെ തകർന്നു പോകും. ഈ തിരിച്ചറിവില്ലാത്ത അനേകർ ജീവിതം ആമേൻ പിശാചിന്റെ കയ്യിൽ അമ്മാനമാടുവാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പലരെ എനിക്കറിയാം. അവര് കണഞ്ഞു പരിശ്രമിക്കുക കുടുംബം നന്നാക്കി കൊണ്ടുപോകാൻ. നടക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? അറിഞ്ഞോണ്ടാ തെറ്റ് ചെയ്തത്. അറിഞ്ഞുകൊണ്ട് ദൈവകൃപ ചോർത്തിക്കളഞ്ഞു. ദൈവം വെയിലാറുമ്പോൾ വരുമെന്ന് അറിയാം, ഞങ്ങളെ വിളിക്കുമെന്നറിയാം. കർത്താവ് വന്നിട്ട് ആദമേ എവിടെ എന്ന് ചോദിച്ചു, അല്ലേ? മരത്തിന്റെ ചുവട്ടിൽ മറഞ്ഞിരിക്കുകയാണ്. നീ എന്തിനാണ് ഇരിക്കുന്നത്? ഞങ്ങൾ പാപം ചെയ്തു. ആര് ചെയ്തു? അവസാനം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്ത്രീയാണ് കാരണം, ഈ സ്ത്രീയാണ് കാരണം. ഹല്ലേലൂയ. സ്ത്രീ പറഞ്ഞു പാമ്പാണ് കാരണം, പിശാചാണ് കാരണം. ഇന്ന് പഴിചാരലല്ലേ കുടുംബങ്ങളിൽ? തന്റെ കുറ്റങ്ങളെ സമ്മതിക്കാതെ, തന്റെ തെറ്റ് സമ്മതിക്കാതെ, തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ വിശ്വസ്തനാകാതെ അന്യോന്യം പഴിചാരിയിട്ട് എന്ത് കാര്യം? ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഏത് വിധത്തിലും പിശാച് നമ്മെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ നിർബന്ധമായും തിരുവചനം വായിച്ചതിന്റെ സത്യങ്ങളെ ഗ്രഹിക്കണം. ഭാര്യയുടെ കടപ്പാട് ഭാര്യയും, ഭർത്താവിന്റെ കടപ്പാട് ഭർത്താവും ചെയ്യാതിരുന്നാൽ കുടുംബം ശിഥിലമാകും. കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയും ഉണ്ടാകും, അല്ലെ? കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ അധികം സമയമൊന്നും വേണ്ട, പിള്ളേരൊക്കെ ഉണ്ടാകും. പക്ഷെങ്കിൽ ദൈവത്തോട് ചേർന്ന് നടന്ന ഹാനോക്കിന് മക്കളുണ്ടായി. ഹല്ലേലൂയ. അവൻ അവസാനം ദൈവത്തോട് കൂടെ എടുക്കപ്പെട്ടെന്ന തിരുവചനത്തിൽ വായിക്കുന്നത്.
ഇന്നത്തെ എത്ര ഹാനോക്കുമാര് ദൈവസേനയിൽ എടുക്കപ്പെടുമെന്ന് പോലും അറിയത്തില്ല. കാരണം എന്നാ, അവർ ഭാര്യമാരോട് ചേർന്ന് നടക്കുന്നില്ല, മക്കളോട് ചേർന്ന്, മൊബൈലിനോട് ചേർന്ന് നടക്കുക. അവൻ ഇന്ന് പല ഭാര്യമാരും മക്കളോട് ചേർന്ന് നടക്കുന്നില്ല, ഭർത്താക്കന്മാരോട് ചേർന്ന് നടക്കുന്നില്ല. ലോകത്തിന്റെ ഇഷ്ടങ്ങളിലും മൊബൈലിലും ലോകത്തിന്റെ ആഡംബരങ്ങളിലും മീഡിയകളിലും സമയം ചിലവഴിക്കുകയാണ്. ആരാധനയ്ക്ക് പോകുമ്പോൾ 100 തുള്ളും, ആടും, പാടും, ചിരിക്കും, എല്ലാം കളിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം പറയട്ടെ, ഈ തോന്നുമല്ല, ഇതൊക്കെ പ്രകടനമാ. വിശുദ്ധരായി ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവരെ വചനത്തിന്റെ വ്യവസ്ഥയിൽ നിങ്ങൾ നിൽക്കും. എവിടെങ്കിലും ഒക്കെ വീണിട്ട് അയ്യോ കർത്താവെ തെറ്റിപ്പോയി എന്ന് പറയുന്നതിലല്ല, നീ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്താൽ ദൈവം നിന്നെ ശിക്ഷിക്കുമെന്ന തിരുവചനത്തിൽ പറയുന്നത്. അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ക്ഷമിക്കും. ഹാനോക്ക് 65 വർഷം ഒന്നും അറിയാതെ എന്തെല്ലാം തെറ്റ് ചെയ്ത് കാണാം, അല്ലെ? ഹല്ലേലൂയ. ദൈവമക്കളെ, അതിനുശേഷം 300 വർഷക്കാലം ദൈവത്തോട് ചേർന്ന് നടന്ന് അതിനിടയിൽ അവൻ ചെയ്ത ഒരു തെറ്റിനെ കുറിച്ചും കാണുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഹല്ലേലൂയ അവന്റെ ജീവിതം ദൈവത്താൽ മാനിക്കപ്പെടുവാൻ ഇടയായത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പോൽക്കാലം പുതിയ നിയമത്തിലെ സഭാ അധ്യക്ഷന്മാരുടെ കുടുംബങ്ങൾ എങ്ങനെയായിരിക്കണം, അവർ എങ്ങനെയായിരിക്കണമെന്ന് ആമേൻ നമുക്ക് തിരുവചനത്തിൽ ഒന്ന് വായിക്കാം. 1 തീമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ഒരാൾ വായിച്ചാട്ടെ. 1 തീമോത്തിയോസ് 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏക ഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനും ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എത്ര വലിയ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? സ്തോത്രം. അധ്യക്ഷൻ ഒന്നെങ്ങനെയായിരിക്കണം? കുറ്റമറ്റവനായിരിക്കണം. ആര് നോക്കിയാലും ഒരു കുറവും കാണരുത്. ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം. സംയമശീലമുള്ളവനായിരിക്കണം. സംയമനം പാലിക്കണം. കോപാലുവായിരിക്കരുതെന്ന്. ഹല്ലേലൂയ. ആമേൻ. പിന്നെ വിവേകശാലിയും ആദരണീയനും അതിഥിപ്രിയനും ഉപദേശിക്കാൻ സമർത്ഥനുമായിരിക്കണം. പിന്നെ 3-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നത് എന്താ അറിയാമോ? മദ്യപാനോ അക്രമാസക്തനോ ആയിരിക്കരുതേ, ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും. 4-ാം വാക്യം, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ വളർത്തുന്നവനുമായിരിക്കണം. ഓ, ഇതൊക്കെ എത്ര മണിക്കൂർ ഇരുന്ന് പറയാനുണ്ട്. ഇന്ന് ഇത് എത്ര കുടുംബങ്ങളിൽ, എത്ര ദൈവഭക്തന്മാരുടെ കുടുംബങ്ങളിൽ നടക്കുന്നുണ്ട്. നടക്കാത്ത കുടുംബങ്ങളുണ്ട്, നടക്കുന്ന കുടുംബങ്ങളുമുണ്ട്. ഞാൻ പറയട്ടെ, അധ്യക്ഷന്മാരും ശുശ്രൂഷകന്മാരും ദൈവവേലയിലായിരിക്കുന്ന കർത്തൃദാസന്മാരും ഈ വാക്യം വളരെ ഇരുത്തി പഠിക്കണം. പലപ്പോഴും അധ്യക്ഷൻ കുറ്റമറ്റവനാകണം. ഇന്ന് അധ്യക്ഷനെ ക്രോസ് വിചാരണ നടത്തുക, അല്ലെ? അവിടെ വെച്ച് ഇവിടെ വെച്ച് അവർ കോടതി കയറുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പകൽക്കാലത്തിങ്കൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഒരധ്യക്ഷൻ ഹല്ലേലൂയ കുറ്റമറ്റവനാകണം. ഹല്ലേലൂയ. പീലാത്തോസ് കൈ കഴുകി ഈ വിശുദ്ധന്റെ മേൽ. ഹല്ലേലൂയ. എനിക്ക് യാതൊരു വിധത്തിലും ആമേൻ ഇനി ഞാൻ ഇതിനകത്ത് യാതൊരു രൂപത്തിലും കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയതുപോലെ നമ്മെ നോക്കുന്നവർ ക്രിസ്തുവിനെ അറിയുവാൻ, നമ്മെ കാണുവാൻ, ഹല്ലേലൂയ, ദൈവസ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയുവാൻ ഇടയാകണം. പലപ്പോഴും കുറ്റമറ്റ മനസാക്ഷിയോടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? പാപത്തിന് ഇന്ന് എത്രയോ പേരെ പിടിക്കുന്നതല്ലേ. ഞാൻ പറയട്ടെ, ഒറ്റ ഭാര്യയുടെ ഭർത്താവായിട്ടാണോ? കല്യാണം കഴിച്ച് എല്ലാവരും ഇനി കൊണ്ടു നടക്കുന്ന ഒരാളെ ആയിരിക്കാം. പക്ഷേ ഇന്ന് പകൽക്കാല ഹൃദയത്തിൽ പലരും കാണും, ആമൻ, പലയിടങ്ങളിൽ കടന്നു പോകുന്നത് എനിക്കറിയാം. ഹല്ലേലൂയ. ഞാനൊരു കൗൺസിലിംഗ് ഫീൽഡിൽ നിൽക്കുന്നവളാ. അനേക സഹോദരിമാർ കണ്ണീരോടെ അവരുടെ കുടുംബത്തിന്റെ കാര്യം എന്നോട് പറയും. അവരുടെ ഭർത്താക്കന്മാർ വഴിപിഴച്ച് അന്യ സ്ത്രീകളുമായിട്ടുള്ള ജീവിതങ്ങൾ, ഹല്ലേലൂയ, ദൈവഹിതം വിട്ടുള്ള അവരൊക്കെ ബൈബിൾ എടുത്ത് പ്രസംഗിക്കുന്നവരാ. എത്ര വേദനയോടെ പറയുന്നു. എത്രയോ സഹോദരന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ ഭാര്യമാർ ഹല്ലേലൂയ വഴിവിട്ട ജീവിതം നയിക്കുന്ന. ഇതിനെല്ലാം കാരണം എന്താണെന്നറിയാമോ? ഈ പരസ്യമാ. ഹല്ലേലൂയ, ഈ മൊബൈലാ. ആമേൻ. ഇതിലെ ആമേൻ ദൈവത്തെക്കാൾ ഉപരിയായി സ്നേഹിച്ച് ദൈവത്തോട് കൂടെ വസിക്കേണ്ട സമയം
ഇതിന് ചിലവഴിക്കുകയാണ്. ഹാനോക്ക് ജോലി ചെയ്തപ്പോഴും ദൈവത്തോടു കൂടെയായിരുന്നു. ഹാനോക്ക് വീട്ടുജോലി ചെയ്തപ്പോഴും, ഹാനോക്ക് കണ്ടത്ത് കൃഷി ചെയ്തപ്പോഴും, പശുക്കളെ തീറ്റിയപ്പോഴും, ആടുകളെ മേയ്ക്കാൻ കൊണ്ടുപോയപ്പോഴും, ആമേൻ, അവർക്ക് വെള്ളം കൊടുത്തപ്പോഴും, അവർക്ക് ആഹാരം തീൻ കൊടുത്തപ്പോഴും, പശുക്കറവ നടത്തിയപ്പോഴും, ആമേൻ, വീട് പണിതപ്പോഴും, ഹല്ലേലൂയ, ആമേൻ, കണ്ടം ഹല്ലേലൂയ ഉഴുതപ്പോഴും, അവിടെ വിത്ത് വിതച്ചപ്പോഴും, ഹല്ലേലൂയ, കള പറിച്ചപ്പോഴും, കൊയ്ത്തിന്റെ സമയത്തും, എവിടെയും താൻ ജോലി ചെയ്യുന്ന സമയത്തൊക്കെയും താൻ ദൈവത്തോട് കൂടെ നടന്നു. സാധിക്കുമോ? സാധിക്കും ദൈവമക്കളെ. പക്ഷെങ്കിൽ ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ നിർമ്മല മനസ്സാക്ഷി ഉണ്ടായിരിക്കണം. ഇന്ന് പകൽക്കാലം പല ഭക്ത ശിരോമണികളെ ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അവരുടെ കയ്യിൽ മുറം പോലെ ഒരു ഹല്ലേലൂയ മൊബൈൽ കാണും. ഈ മൊബൈൽ വേദപുസ്തകത്തെക്കാൾ വലുതായി തുറന്നു വെക്കും. ഇത് തുറന്നു വെച്ചിട്ട് അതിന്റെ അകത്ത് അവരുടെ സമയങ്ങൾ തീർക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് കൂടെ വസിക്കേണ്ട സമയം നീ മൊബൈലിന് കൊടുക്കുമ്പോൾ, വാർത്തകൾ കൊടുക്കുമ്പോൾ, ലോകകാര്യങ്ങൾ അറിയുവാൻ നീ സമയം ചിലവഴിക്കുമ്പോൾ ദൈവം നിന്നോട് കൂടെ വന്നിരിക്കുമോ? മ്ലേച്ഛമായ സിനിമകൾ കാണുമ്പോൾ, മ്ലേച്ഛമായ അശ്ലീല ചിത്രങ്ങൾ കാണുമ്പോൾ, മ്ലേച്ഛമായ കാര്യങ്ങൾ കാണുമ്പോൾ, നർമ്മരസമാകുമാറുള്ള കോമഡി ഷോകൾ നീ കാണുമ്പോൾ നീ കക്കന്ന് ചിരിക്കുമ്പോ ദൈവം അപ്പുറത്ത് വന്നിരുന്ന് ചിരിക്കുവോ നിന്റെ കൂട്ടത്തിൽ? അല്പം സന്തോഷിച്ചോളാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കും, എനിക്കറിയാം ഒരു ദൈവദാസനെ, 2 ഡിസ്ട്രിക്റ്റിന്റെ ഡിസ്ട്രിക്ട് പാസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരിക്കൽ ഞാൻ ചെന്നപ്പോൾ ഇത്രയും അടുക്കിന് CD ഇരിക്കുന്നു. ഞാൻ ചോദിച്ചത്, പാസ്റ്റർ എന്തിനാ? ഇത് മൊത്തം സിനിമയുടെ ആണല്ലോ. ഞാൻ എടുത്തു നോക്കി, പാട്ടിന്റെ ആണെങ്കിൽ നമുക്ക് 2 ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചുകൊണ്ട് കേൾക്കാവുന്ന ഓർത്ത് നോക്കി, മുഴുവൻ സിനിമയുടെ. ഞാൻ ചോദിച്ചു, ഇതെന്താ? വെറുതെ ഇരിക്കുവല്ലേ, കാണാനാന്ന്. ഞാൻ ചോദിച്ചു, ഇത് പാപമല്ലേ? സിനിമ കണ്ട എന്നാ പാപം? ദൈവത്തോട് കൂടെ വസിക്കേണ്ട സമയം ഹൃദയം ദൈവത്തിന് കൊടുക്കാത്തവരാണ് ലോകപ്രകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നത്. അവർക്ക് ദൈവ ഭയമില്ല. അവർ വേണ്ടാദിനത്തിലും പെട്ടുപോകും. എന്നാൽ ദൈവത്തോടുകൂടി വസിക്കുന്നവർക്ക് ഭയമുണ്ടാകും. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഉണ്ടാകും. ഞാൻ തെറ്റി ചെയ്യുന്നല്ലോ എന്നുള്ള ബോധം അവർക്കുണ്ടാകും. അല്ലാത്തവര് തെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ സ്ത്രീ കാരണമാ, അല്ലെ ഈ മനുഷ്യൻ കാരണമാ, അല്ലെ ഇവര് കാരണമാ, അല്ലെ ഇന്ന സാഹചര്യമാ, എന്തെങ്കിലും എക്സ്ക്യൂസുകൾ പറയും. പ്രിയപ്പെട്ടവർ, ഇതൊന്നും കർത്താവിന്റെ മുന്നിൽ വില പോകത്തില്ല കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അധ്യക്ഷൻ എങ്ങനെയുള്ളവനായി? ഒരു ഭാര്യയുടെ ഭർത്താവായിരിക്കണം. പരസ്ത്രീ ഗമനം പാടില്ല, വ്യഭിചാരം പാടില്ല. ഇന്ന് 7ാം ക്ലാസ് തോറ്റതാണ് ഒത്തിരി എണ്ണം. എനിക്കിത് പരസ്യമായിട്ട് പറയുന്നതിൽ സങ്കടമില്ല. കാരണം കർത്താവിന്റെ വരവെങ്കിൽ എത്ര പേര് പോകുമെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. പല സങ്കടങ്ങൾ ഞാൻ കേൾക്കുന്നോണ്ട് പറയുന്നതാ. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, എനിക്കറിയില്ല. പക്ഷെങ്കിൽ പല പ്രിയപ്പെട്ടവർ എന്നെ വിളിച്ച് അവർ സംസാരിക്കുന്ന വിഷയങ്ങൾ അവരുടെ ഹൃദയം എൻ്റെ അടുക്കൽ തുറക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവർ പിന്നെ എന്തായിരിക്കണം? സംയമശീലമുള്ളവരായിരിക്കണം. ഇന്ന് ആത്മസംയമനമില്ല. അവർ ആടുന്ന വേലിക്ക് സമമാന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മസംയമനം പാലിക്കണം. കുടുംബനാഥൻ ആത്മസംയമനം പാലിക്കാതിരുന്നല്ല കുടുംബത്തിന്റെ അവസ്ഥ എന്താ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് എടുത്തിയാടി സിംഹം പോലെ കടിച്ചു കീറി ചെന്നാൽ തുടങ്ങിയാൽ ഹല്ലേലൂയ, എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? പിള്ളേരും ഭാര്യ മൈൻഡ് ചെയ്യത്തില്ല, അവർ എഴുന്നേറ്റ് ഓടിപ്പോകും. ഹല്ലേലൂയ. എനിക്കറിയാം ഒരു വീട്ടിലെ ഒരു അപ്പൻ വരുമ്പോഴേ ആ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴേ പിള്ളേർ എഴുന്നേറ്റ് ഓടും, ഭാര്യ ആ വഴി മാറിപ്പോകും. കാരണം എന്താ? വന്നു കയറിയാൽ ഈ വലിയ സമുദ്രത്തിന്റെ തിരമാല എരച്ചു വരുന്നത് പോലെ വരുന്നത്. പിന്നെ അവിടെ സ്വസ്ഥത കാണത്തില്ല. പേടിച്ചിട്ടും ഹല്ലേലൂയ എഴുന്നേറ്റ് മാറുന്നത് അവിടെ അസമാധാനം ഉണ്ടാക്കുമെന്ന് അറിയാം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, സംയമനം ഉണ്ടായിരിക്കണം. എന്തെങ്കിലും കാര്യങ്ങൾ ഒരു കുടുംബത്തിൽ ഉണ്ടായാൽ അതിനെ ക്ഷമയോടെ നേരിടുവാനുള്ള കരുത്ത് വേണം. ഭാര്യ പറയുന്നത് കേട്ടിട്ട് അതിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവനായിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ കേട്ടിട്ട് അതിന് എന്ത് ചെയ്യണം? ആ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുവാൻ പ്രാപ്തിയുള്ളവനായിരിക്കണം. അല്ലാതെ കടിച്ചു കീറി അവരെ വഴക്കുണ്ടാക്കി നിന്റെ തെറ്റ് അങ്ങനെ എങ്ങനെയാന്ന് പറയുവാനല്ല. തെറ്റുണ്ടെങ്കിൽ അത് സ്നേഹത്തോടെ തിരുത്തണം പറഞ്ഞ്, അല്ലാതെ തന്റെ ഭാഗം ന്യായീകരിച്ചിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി എഴുന്നേറ്റ് പോകുന്നവനല്ല അധ്യക്ഷൻ.
എനിക്കിവിടെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ബാക്കി പറയാൻ പറ്റത്തില്ല, എങ്കിലും ഓടി പോകട്ടെ. ഈ വിവേകശാലിയായിരിക്കണം. ഇന്ന് വിവേകമില്ലാതെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ? ആമേൻ. അതുകൊണ്ട് അവരെ മുതലെടുത്തോണ്ടിരിക്കുക ആളുകള്. ആമേൻ. ആദരണീയനാണ്, വിവേകവും ഹാലലുയ കുറ്റമറ്റവനും സംയമന ശീലമുള്ളവനും ഒക്കെ ആദരണം ഉണ്ടാകത്തുള്ളൂ. ഇല്ലേ? ആദരണീയനാന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നീന്ന് പരസ്യമായിട്ട് ഹല്ലേലൂയ ആരെങ്കിലും പ്രസംഗിക്കാൻ ചെല്ലുമ്പോ ആദരണീയനാണെന്ന് പറഞ്ഞ് അതുപോലല്ല. സ്വന്തം കുടുംബത്തിലായിരിക്കണം സാക്ഷ്യം. സ്വന്തം കുടുംബത്തിൽ ആമേൻ ഭാര്യയും മക്കളും ആദരണീയനായി കരുതാത്തവർ നാട്ടിൽ ചെന്ന് എത്ര ആദരവ് വാങ്ങിച്ചാലെന്നാ, എത്ര പൂച്ചെണ്ടുകൾ വാങ്ങിച്ചാലെന്നാ, വാരിക്കോരി അവർക്ക് വേണ്ടി നാട്ടുകാർ എന്തെല്ലാം ആമേൻ ആദരവ് വാക്കുകൾ പറഞ്ഞാൽ എന്താ പ്രയോജനം? പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നിസ്സാര കാര്യമല്ല. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് ഈ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഈ തിരിച്ചറിവ് പ്രാപിച്ചെടുക്കണം. ഇന്ന് വരെയും അത് സാധിച്ചിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, കാലം അതിക്രമിച്ചിട്ടില്ല എന്ന് ചിന്തിച്ച് വീണ്ടും ഹല്ലേലൂയ ഒരു മാന്യതയുള്ള ജീവിതത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. മാത്രമല്ല, ഉപദേശിക്കാൻ സമർത്ഥനായിരിക്കണം. ഇത്രയും തെറ്റ് ചെയ്യുന്നവർ എങ്ങനെ ഉപദേശിക്കുന്നത്? ഒരു സാക്ഷ്യവും ഇല്ലാതെ ജീവിക്കുന്നവർ എങ്ങനെ ഉപദേശിക്കും? പിന്നെ ഞാനൊന്നും പറയുന്നില്ല. ഹല്ലേലൂയ. മദ്യപാനോ അക്രമാസക്തനോ ഇന്ന് ഭാര്യമാരെ അടിക്കുന്നവരാണ്. എനിക്കറിയാം ഒത്തിരി പേര് അവൻ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ച് വിളങ്ങും, പക്ഷെങ്കിൽ ഭാര്യമാരെ ഉപദ്രവിക്കുന്നവരെ എനിക്കറിയാം. ഇതൊക്കെ പറയാൻ ലജ്ജയുണ്ടെങ്കിലും ദൈവമക്കളെ ഇന്ന് നടക്കുന്നതാണ്. എന്നിട്ടെല്ലാം പിശാചിനെ അങ്ങോട്ട് കുറ്റം പറയും. അല്ല, നമ്മുടെ ബലഹീനതയാണ്, ജഡാഭിലാഷമാണ് ഇതിന് മേൽ ജയമെടുക്കുവാൻ. ഹല്ലേലൂയ. ദൈവാത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുക. പുതിയ നിയമത്തിൽ സഭാ അധ്യക്ഷന്മാരും അവരുടെ കുടുംബ ആമേൻ എങ്ങനെയായിരിക്കണമെന്ന് അപ്പോസ്തലൻ പറഞ്ഞെങ്കിൽ അപ്പോസ്തലന്മാർക്ക് പോലും ഹല്ലേലൂയ അന്നേ കാലത്ത് ആമേൻ വിവാഹം വിലക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ വിവാഹം എന്നുള്ളത് ഹല്ലേലൂയ ഒരു വിശുദ്ധമായ കാര്യമാണ്. ഹല്ലേലൂയ ആമേൻ. വിവാഹം ക്രിസ്തുവും സഭയും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ നിഴലാണ്. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 2-ാം വാക്യവും ഹല്ലേലൂയ എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വേദഭാഗവും വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, വിവാഹം സംബന്ധിച്ചുള്ള ദൈവിക വ്യവസ്ഥയെ പുത്രനായ ക്രിസ്തു ആമേൻ നമുക്ക് വീണ്ടും ആമേൻ ഉറപ്പിച്ചു തരികയാണ് ഇന്ന് പകൽക്കാലത്തിങ്കൽ. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 10 വരെയുള്ള വേദഭാഗം നാം വായിക്കുമ്പോൾ വിവാഹ വീട്ടിൽ ക്രിസ്തു എഴുന്നള്ളി വന്നു. ആമേൻ. ശിഷ്യന്മാരുമായിട്ട് അവിടെ കടന്നു വന്നിട്ട് അവിടുത്തെ പാകപ്പിഴകളെ പരിഹരിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മളവിടെ ആമേൻ അവന്റെ അമ്മയായ മറിയ പറഞ്ഞു, അവിടെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആമേൻ അവൻ പറയുന്നത് നിങ്ങളെ അനുസരിക്കണമെന്ന് അവിടെയുള്ള വേലക്കാരോട് പറഞ്ഞു. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യുവീനെന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി. ആമേൻ. അവിടുത്തെ ആ വീട്ടിലെ വീഞ്ഞ് തീരുവാൻ തക്കവണ്ണം ഇടയായി. എന്നിട്ട് എന്ത് ചെയ്തു? ശുശ്രൂഷകന്മാർ ഹല്ലേലൂയ അവിടെ അവന്റെ അടുക്കൽ ഒന്നും പറഞ്ഞില്ല. എന്നാൽ മറിയയും അവന്റെ അടുക്കൽ ഒന്നും പറയുവാൻ തക്കവണ്ണം ആമേൻ ചെന്നോ? അവിടെ നമുക്ക് വായിക്കാം. 3-ാം ദിവസം ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അത്ഭുതം ചെയ്യുമെന്നൊന്നും ഓർത്തല്ല ക്ഷണിച്ചിരുന്നു കേട്ടോ. എന്നാൽ യേശുവിനെ സാധാരണ ആൾക്കാരെ ക്ഷണിച്ചതുപോലെ ക്ഷണിച്ചിരുന്നു. എന്നാൽ യേശു അവിടെ വന്നപ്പോൾ അവിടെ വീഞ്ഞ് തികയാതെ വന്നപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞു, എനിക്ക് നിനക്കും എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് പറയുക, അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് കൽപ്പിക്കുന്ന ചെയ്യണം. ഞാൻ ആ വാക്യം വേറൊരു ലെവലിലേക്ക് പോകും, അതുകൊണ്ട് ഞാൻ പറയട്ടെ. കർത്താവ് അവിടെ വന്നപ്പോൾ വിവാഹത്തിന്റെ ആമേൻ പ്രാധാന്യമാണ് അവിടെ പറഞ്ഞത്. യേശു വിവാഹ വീട്ടിൽ പോയിരുന്നു. ആമേൻ. അവിടുത്തെ കുറവുകളെ പരിഹരിച്ചുവെങ്കിൽ നമ്മുടെ കുടുംബത്തിലെയും നമ്മുടെ ജീവിതത്തിലെയും കുറവുകളെ പരിഹരിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. പക്ഷെ എന്ത് ചെയ്യണം? അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവാൻ മനസ്സ് വെക്കണം. തിരുവചനമാണ് കൽപ്പന. ആമേൻ. വ്യവസ്ഥയില്ലാത്ത ക്രിസ്തീയ ജീവിതം ഒരിക്കലും ദൈവം അംഗീകരിക്കുന്നതല്ല. ആമേൻ. വ്യവസ്ഥയുള്ള ക്രിസ്തീയ ജീവിതം നയിക്കണം. വചനത്തിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് ജീവിക്കുവാൻ കഴിയുമ്പോൾ ദൈവം അതിന്റെ അകത്ത് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയാകും. നാട് നീളെ തെറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു സോറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഹൃദയം തുറന്ന് സംസാരിക്കണമെന്ന്. ആ അന്യോന്യം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഹൃദയം തുറക്കാൻ, ഭാര്യ സങ്കടങ്ങളും പരാതികളും പറയുമ്പോൾ അതിന്റെ കാരണം കേട്ടിട്ട് അതിനെ തിരുത്തി കൊടുക്കാൻ മനസ്സില്ലാത്ത ഭർത്താവിന്റെ അടുക്കൽ ഏത് ഭാര്യ കാര്യം പറയാൻ പോകും? ഹല്ലേലൂയ. കേൾക്കാൻ മനസ്സില്ലാതെ, സാരമില്ല, അത് ഇന്നലെ നടന്ന കാര്യമല്ലേ,
ഈ നാളുകളായി ഇവിടെ ഹൃദയം വേദന കൊണ്ട് പിടഞ്ഞു. ഒരു കുത്തുകൊണ്ട ഭാഗത്ത് മുറിവുണങ്ങിയാലും മുറിപ്പാട് കിടക്കും അല്ലേ? അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിലെ തിക്ത അനുഭവങ്ങൾ ഹല്ലേലൂയ ഹൃദയത്തിൽ അലതല്ലുമ്പോൾ ആ വേദന പറഞ്ഞു തീർക്കാതെ മാറുമോ? അതിനെപ്പറ്റി പറയാൻ ചെല്ലും പറയും അത് പണ്ട് നടന്ന കാര്യമല്ലേ, എന്തിനാ അത് പിന്നെ ഇങ്ങനെ ആവർത്തിക്കുന്നത്? ആണുങ്ങൾ പെട്ടെന്ന് മറക്കും പ്രിയപ്പെട്ടവരെ, സ്ത്രീകൾക്ക് അത് മറക്കാൻ പറ്റില്ല. അങ്ങനെയാ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അവർക്കല്ല നിസാരമാ. ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, ആമേൻ. എന്നാൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സ്ത്രീകളെ കൂട്ടായി തന്നിരിക്കുന്നവരെ കൂടി അവരുടെ സ്വഭാവം കൂടി മനസ്സിലാക്കണം. തന്റെ ഭാര്യയുടെ സ്വഭാവം എന്താന്ന് മനസ്സിലാക്കാൻ, അവളുടെ ക്ഷീണം എന്തെന്ന് മനസ്സിലാക്കുവാൻ, അവളെ ഒന്ന് കരുതുവാൻ, അവളോട് ചേർന്നിരിപ്പാൻ, ആമേൻ, ഒരു നിമിഷം അവൾക്ക് വേണ്ടി കൊടുക്കുവാൻ സമയം ചിലവഴിച്ചാൽ അവൾ നിന്റെ തണലായി മാറും. ഇന്ന് ലോകത്തിൽ ആമേൻ ഞാൻ കണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ പലരും പറഞ്ഞിരിക്കുന്ന വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആമേൻ ഇന്ന് പലർക്കും തണലായിട്ട് ഓടി നടക്കും. സ്വന്തം വീട്ടിൽ തണലല്ല, ചൂടാ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദയം തുറന്ന് ആമേൻ കൂട്ടുകാരെ പോലെ ജീവിക്കുവാൻ ഹൃദയം തുറന്ന് ഹല്ലേലൂയ ദൈവം എനിക്ക് തന്ന തക്ക തുണയെന്ന് വെച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ അന്ത്യം വരെ ഈ ലോകത്തിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ സാധ്യമാകത്തുള്ളൂ. അല്ലാത്തവർക്കൊക്കെ ഹല്ലേലൂയ നരകതുല്യ ജീവിതമായിരിക്കും. പിന്നെ കർത്താവിനെ പ്രതി ഇങ്ങനെ കഷ്ട സഹിച്ച് സ്വർഗത്തിൽ പോണല്ലോ എന്നോർത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത് കണ്ട് മക്കളും ഹല്ലേലൂയ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവർ, ഇതിനൊക്കെ കാരണക്കാരാരാ? ഈ കുടുംബജീവിതത്തിന്റെ ആമേൻ ഹല്ലേലൂയ താളം പിഴച്ച ജീവിതമാ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയാ, നിങ്ങൾ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. ഹല്ലേലൂയ. അത് ഇന്ന് പകൽക്കാലം നിർബന്ധത്താൽ ദൈവാത്മാവ് പറഞ്ഞിരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ആ വിവാഹ വീട്ടിൽ ചെന്നപ്പോൾ കുറവുകളെ കർത്താവ് പരിഹരിച്ചെങ്കിൽ നിന്നെ ഏൽപ്പിച്ച ഹല്ലേലൂയ ചട്ടങ്ങളും കൽപ്പനകളും അതിനനുസരിച്ച് പ്രമാണിപ്പാൻ തയ്യാറായാൽ ദൈവം തമ്പുരാൻ നിന്റെ വീട്ടിലെ കുറവുകളെ പരിഹരിച്ച് തരും. ദൈവമക്കളെ, നീ ആഗ്രഹിക്കുന്നതിലുപരിയായിട്ട് ഹല്ലേലൂയ ഇത് എവിടെ നിന്ന് വന്നു എന്ന് മറ്റുള്ളവർ ചോദിക്കും പോലെ ഇങ്ങനെ എന്തോ ഒരു സന്തോഷ ജീവിതം നയിക്കുന്നെന്ന് മറ്റുള്ളവർക്ക് അസൂയ കൂറുമാറ്. ആത്മീയത്തിലും ഭൗതികത്തിലും ഹല്ലേലൂയ ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ ജീവിതം ദൈവഹിത പ്രകാരം നിറയ്ക്കുവാൻ ഹല്ലേലൂയ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 തിമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-3 വേദഭാഗം കൂടി നമുക്ക് അതിവേഗം വായിക്കാം. 1 തിമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-3 വേദഭാഗം. അവർ സ്വന്തം മനസ്സാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും. ചില പഠിപ്പീര് അവിടെ ഉണ്ടായിരുന്നു അല്ലെ? കാപട്യത്താൽ വ്യാജം പറഞ്ഞ് മനസാക്ഷിക്ക് ചൂട് പിടിപ്പിച്ച് ആമേൻ ഇരുമ്പിന് ചൂട് പിടിപ്പിച്ചാൽ വെള്ളത്തിൽ വെച്ചാൽ പെട്ടെന്ന് തണുക്കും. അതുപോലെ അങ്ങനെയല്ല ഒരു ജീവിതം വേണ്ടിയത്. അപ്പം ചിലർ എന്നാടുക്കുമെന്നറിയാവോ? വിവാഹം കഴിച്ചാൽ ആത്മീയ ജീവിതം തകർന്നു പോകുന്ന ചിന്തിക്കുന്നവരുണ്ട്. അല്ല ദൈവമക്കളെ, ഞാൻ എപ്പോഴും പറയും, അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോടെ പറ്റിച്ചേരുമെന്ന തിരുവചനത്തിൽ പറയുന്നത്. എല്ലാ കാലത്തും ഇന്ന് ചില സ്ത്രീകള് അവരുടെ മാതാപിതാക്കളെ വിട്ടിട്ട് ഒരു പരിപാടിയില്ല. ചില ഭർത്താക്കന്മാര്, ചില പുരുഷന്മാര് അവരുടെ കുടുംബത്തെ വിട്ടിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ പറയട്ടെ, വേദപുസ്തകം ഇവരെ രണ്ടുപേരെയും കൂടി ഒരുമിച്ചാക്കിയിരിക്കും. അപ്പനെയും അമ്മയും ഉപേക്ഷിക്കാനല്ല ഞാൻ പറയുന്നത്. അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം, സഹോദരങ്ങൾക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം. പക്ഷെ ഭാര്യയും ഭർത്താവും കൊടുക്കേണ്ട സ്ഥാനങ്ങൾ അതുപോലെ കൊടുക്കാതെ ജീവിച്ചാൽ ആ കുടുംബം കശപിശ ആമേൻ ആയിത്തീരുകയും ദൈവിക പ്രമാണത്തിൽ ഉറച്ചു നിൽപ്പാൻ കഴിയാതെ വരികയും ചെയ്യും. പലപ്പോഴും എന്താ സംഭവിക്കുന്ന അറിയാമോ? ഭർത്താക്കന്മാര് ആമേൻ അവർക്ക് മറ്റു കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആക്കിക്കൊണ്ട് ഭാര്യയെ ഇമ്പോർട്ടന്റ് അല്ലാതെ അവരെ പുറകാലം കൊണ്ട് തട്ടിക്കളയുന്ന അനുഭവങ്ങൾ, സഹോദരങ്ങളെയും ബന്ധുക്കളെയും വളരെയധികമായി സ്നേഹിച്ച് അവർക്ക് ആമേൻ മുൻതൂക്കം കൊടുത്ത് ജീവിക്കുമ്പോൾ ആമേൻ ചിലർ ചൂട് പിടിക്കും. ഹല്ലേലൂയ. അപ്പൊ ചിലർ പറയും, കല്യാണം കഴിക്കാതിരുന്നത് എത്ര നല്ലതായിരുന്നു, ഇതിന്റെ ആവശ്യമില്ലായിരുന്നെന്ന്. പ്രിയപ്പെട്ടവരെ, അതല്ല. ആമേൻ മാതാപിതാക്കളെ വിട്ടിട്ട് ഹല്ലേലൂയ ഭാര്യയോട് പറ്റിച്ചേരുമെന്ന് പറഞ്ഞിരുന്നാൽ ദൈവം ഏൽപ്പിച്ചത് ആമേൻ അതിൽ വിശ്വസനായിരിക്കണം. അങ്ങനെയെങ്കിൽ അന്ത്യസമയമാകുമ്പോൾ ആമേൻ നമ്മൾ മാതാപിതാക്കളുടെ പുറകെ കല്യാണം കഴിച്ചു മാതാപിതാക്കളുടെ പുറകെയും മക്കളുടെ പുറകെയും പ്രിയപ്പെട്ട ബന്ധുക്കളിലൊക്കെ പുറകെ പോയി ഭാര്യയെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ പറ്റുന്ന കുഴപ്പം എന്നാ അറിയാമോ? അവസാനം വരുമ്പം വയ്യാതെ കിടക്കുമ്പോൾ കഞ്ഞി കോരി കൊടുക്കാൻ ഒന്ന് ശുശ്രൂഷിക്കാൻ ഭാര്യ അല്ലാതെ വേറെ ആരും കാണത്തില്ല. മറിച്ച്
ഹല്ലേലൂയ. ഭാര്യയും അവളുടെ ഭർത്താവിനെ വിട്ടിട്ട് അവൾക്ക് തോന്നുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഭർത്താവല്ലാതെ ആരും കാണത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് ഭാര്യ ഭർത്താക്കന്മാരുടെ കടപ്പാടുകൾ പറഞ്ഞിരിക്കുമ്പോൾ ഒത്തിരി കാര്യം പറയാനുണ്ട്. സമയം അതിക്രമിച്ചു പോകുന്നത് കൊണ്ടാണ്. ആമേൻ. ഈ കടപ്പാടുകൾ നാം തികയ്ക്കണം. ഹല്ലേലൂയ. ഞാന് ദൈവം അനുവദിച്ചാൽ നാളെ ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് ഭാര്യമാരെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ആമേൻ. ഭർത്താക്കന്മാർ ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധിക്കുക. ആമേൻ. നിങ്ങളുടെ ഭാര്യമാർക്ക് കൊടുക്കേണ്ട വില, അവരെ ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. വഴക്ക് പിടിച്ചിരുന്നാലേ ഹല്ലേലൂയ ആമേൻ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുമെന്ന് ദൈവവചനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ ഭാര്യയെ കോപിപ്പിക്കാതെ സ്നേഹത്തോടെ ആയിരിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ആമേൻ നീ അവളെ പോറ്റി പുലർത്തുവാൻ മതിയായവനാ. ആമേൻ. എല്ലാവരും വേദപുസ്തകം കൈ പിടിച്ചിട്ട് സത്യവാചകം ചൊല്ലുമ്പോൾ ഊണിലും ആമേൻ ഉണ്ടേലും ഇല്ലേലും അല്ലെ, കഴിച്ചാലും കുടിച്ചാലും ആമേൻ എന്റെ സുഖത്തിലും ദുഃഖത്തിലും കഷ്ടത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും കൂടെ ഇരിക്കാവുന്ന രണ്ടുപേരുടെ വാക്ക് പറഞ്ഞ അവസാനം ഇങ്ങോട്ട് സ്റ്റേജിൽ ഇറങ്ങി കഴിയുമ്പോൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഡൈവോഴ്സാ, ഇല്ലെ പ്രശ്നമാ, പിന്നെ അടിയായി, വഴക്കായി, നിന്റെ വീടായി, ആമേൻ നിന്റെ അപ്പനായി. ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും എന്ന് വേണ്ട ദൈവമക്കളെ. ഹല്ലേലൂയ. അത്രമാത്രം നീ ഇത്ര സ്ത്രീധനമല്ലേ കൊണ്ടുവന്നുള്ളൂ, നീ ഇന്നതിലെ ദൈവ മക്കൾക്ക് പറ്റാത്തതായ കാര്യങ്ങളാണ് ഇന്ന് കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏദൻ തോട്ടത്തിൽ കടന്നു ചെന്ന പിശാച് നമ്മുടെയൊക്കെ എടുക്കലുണ്ടെന്നും കൂടെ ചിന്തിച്ചോണം കേട്ടോ. ഇത് തിരിച്ചറിവില്ലാതെ കൊണ്ട് നിന്റെ കണ്ണിനെ കുരുട്ടാക്കി പിശാച് വെച്ചിരിക്കുമ്പോൾ നിന്റെ കുടുംബങ്ങൾ കലഹിക്കപ്പെട്ട് നശിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഭർത്താക്കന്മാരെ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കുടുംബങ്ങളെ സന്തോഷത്തോടെ കൊണ്ടുപോകാൻ ശ്രദ്ധാലുക്കളായിരിക്കണം. ഹല്ലേലൂയ. അല്ലാത്തൊരു കല്യാണം കഴിക്കരുത്. അങ്ങനെ അന്നേ കാലത്ത് ഉണ്ടായിരുന്നു. വിശുദ്ധിയിൽ ജീവിക്കുന്ന ശുശ്രൂഷകന്മാർക്ക് ഉള്ള ഉപദേശം. ഹല്ലേലൂയ. ചിലര് വിവാഹം വിലക്കിയിരുന്നു അന്ന്, അല്ലെ? നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത് ഇങ്ങനെ: വ്യക്തിപരമായ കാരണങ്ങളാലും തിരുനാമത്താലും ഹല്ലേലൂയ ഒരാൾ ഹിതാവസ്ഥ അല്ലാതെ നിന്നാൽ അവർക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ വിലക്കേണ്ടതില്ല എന്ന് അന്നുണ്ടായിരുന്നു. എന്നാൽ അത് ഈ ആത്മീയന്മാർക്കോ ശുശ്രൂഷകന്മാർക്കോ ഉള്ള ഒരു ഉപദേശമായിട്ട് കരുതപ്പെട്ടിരുന്നില്ല. അവർ കല്യാണം കഴിക്കാൻ. എന്നാൽ തിരുവചന വെളിച്ചത്തിലെ ആമീൻ ഇന്ന് പകൽക്കാലം വിവാഹം കഴിക്കാതിരിക്കുന്നത് കഴിക്കാതിരിക്കേണ്ടവർക്ക് കഴിക്കാതിരിക്കാം, കഴിക്കേണ്ടവർക്ക് കഴിക്കാം. എന്നാൽ വിവാഹം വിലക്കുന്നത് അന്നേ കാലത്തെ ഒരു കാര്യമായിരുന്നു. എന്താ കൂടുതൽ വിശുദ്ധി ജീവിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടായിരുന്നു. അതൊക്കെ വെറുതെയുള്ള പഠിപ്പീര. വിവാഹം വിലക്കുന്നത് ഒരു അന്ത്യകാല ലക്ഷണമാണ്. ആമേൻ. സ്വന്തം മനസാക്ഷിയിൽ ചൂട് പിടിച്ചതിന്റെ പരിണത ഫലമാ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വായിച്ചത് 1 തിമോത്തിയോസ് 4-2 കാപഠ്യത്താൽ വ്യാജം പറയുന്നതോടെ മനസാക്ഷി ചുട്ടുപഴുത്ത് ഇരുമ്പ് കൊണ്ട് എന്ന പോലെ കരിഞ്ഞിരിക്കുന്നു. അവർ വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിക്കുവാൻ ദൈവം സൃഷ്ടിച്ച പൂജ്യങ്ങൾ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും വിലക്കേണ്ട കാര്യങ്ങളില്ല. പക്ഷെ അതിൻ്റെ അകത്ത് വിശ്വസ്തമായിട്ട് ജീവിച്ചാൽ മതി. അതുകൊണ്ട് ഏറെ നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതും എല്ലാവർക്കും മാന്യമായ ഒരു കുടുംബജീവിതം ധന്യകരവും അനുഗ്രഹപ്രദവുമായി തീരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭാര്യ ഭർത്താക്കന്മാർക്ക് ദൈവം കൽപ്പിച്ചിരിക്കുന്ന, ദൈവം നൽകിയിട്ടുള്ള വ്യവസ്ഥകൾ പാലിച്ച് ജീവിക്കാൻ പഠിക്കണം. ദൈവിക വ്യവസ്ഥകൾ പാലിക്കുമ്പോൾ കുടുംബങ്ങളിൽ സ്വർഗീയ അനുഭവം ഉണ്ടായി തീരുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. അല്ലാതെ കുടുംബങ്ങളിൽ ഹല്ലേലൂയ ആ സന്തോഷം ഉണ്ടാകത്തില്ല. ആമേൻ. ദൈവിക വ്യവസ്ഥ അനുസരിക്കാത്ത കുടുംബങ്ങളെ നോക്കി ഞാൻ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാം, അത് നരകതുല്യമായ ജീവിതമായിരിക്കും. അവിടെ സുഗന്ധത്തിന് പകരം ദുർഗന്ധമായിരിക്കും വമിക്കുന്നത്. നാട്ടുകാർ ഓടും, അയ്യോ ആ കുടുംബത്തിന് അയലോക്കത്ത് പോലും താമസിക്കുന്ന കൊള്ളത്തിൽ എന്ന് പറയും. സുഗന്ധത്തിന് പകരം ദുർഗന്ധമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അടുത്ത ദിവസം ദൈവം അനുവദിച്ചാൽ നമുക്ക് ഹല്ലേലൂയ 19-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാൻ സമയത്തിന് പരിമിതിയാൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ആകയാൽ ആത്മീയ മണ്ഡലത്തിൽ ഇന്ന് പകൽക്കാലം ആമേൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ വചനങ്ങളിൽ വിശ്വസ്തരായിരിക്കാൻ, നമ്മളെ ഏൽപ്പിച്ച കുടുംബങ്ങളിൽ വിശ്വസ്തരായിരിക്കാൻ നാം ഇടയാക്കണം. അനേക വാക്യങ്ങൾ വായിപ്പാനുണ്ട്. സമയത്തിന്റെ പരിമിതിയാൽ ഞാൻ ഇവിടെ നിർത്തുകയാ. ദൈവാത്മാവ് പറയുന്നു, കർത്താക്കന്മാരെ ഹല്ലേലൂയ, നിങ്ങൾ ആമേൻ കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. ഹല്ലേലൂയ. വിശ്വാസി ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ദൈവഹിത പ്രകാരമുള്ള ജീവൻ നയിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കണം. നാളെ ദൈവം അനുവദിച്ചാൽ ഭാര്യമാരുടെ കർത്തവ്യങ്ങൾ കൂടി ആമേൻ വ്യക്തമായിട്ട് പറയണം എന്ന് ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങളാൽ
ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഇങ്ങനൊരു അവസരം ദൈവം തന്നല്ലോ. ഈ സന്ദേശം ഇന്ന് പകൽക്കാലം ഈ ബൈബിൾ സ്റ്റഡി നിങ്ങൾക്ക് താല്പര്യമായി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. ഇതുവരെയും ആമേൻ നിങ്ങൾ തിരുവചനം പഠിക്കുമ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇനി അങ്ങനെ ചെയ്യരുത്. ആദ്യം ആമേൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഷെയർ ചെയ്യുന്ന പ്രിയപ്പെട്ടവരോടൊക്കെ ഒന്ന് ആമേൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. കാരണം ഇത് ചെറിയൊരു പ്രവർത്തനമാണ്. ഈ എളിയ പ്രവർത്തനത്തെ ആമേൻ നിങ്ങൾ കൂട്ടായി നിന്നില്ല എങ്കിൽ വളരത്തില്ല, അനേകായിരങ്ങളിൽ ഇത് എത്തത്തില്ല. നിങ്ങൾ ഷെയർ ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ അനേകർക്ക് ഇത് ആശ്വാസമായി മാറത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. വചനദീപ്തി ഹല്ലേലൂയ പ്രയർ ഫെലോഷിപ്പിന്റെ ഹല്ലേലൂയ നാമത്തിൽ ഹല്ലേലൂയ നന്ദി സ്നേഹവും അറിയിക്കുന്നു. നിങ്ങൾ ഈ കുടുംബത്തിലെ അംഗങ്ങളായി മാറുന്നല്ലോ. അതിന്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹവും ആദരവിനും നന്ദി പറയുന്നു. നിങ്ങളാണ് ഇതുവരെയും എന്നെ ഹല്ലേലൂയ പ്രോത്സാഹനം തന്നെ തിരുവചനം പഠിപ്പിക്കുവാൻ സഹായിച്ചത്. അതുകൊണ്ട് ഇന്ന് പോൽക്കാലം സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഈ യൂട്യൂബ് ചാനലിലൂടെ ഈ തിരുവചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും നന്ദി കരേറ്റുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മാറാനാഥ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹല്ലേലൂയ.